Dear aspirants, welcome to Eminent IAS. So when it comes to UPSC mains, just to try to understand, there are actually 9 subjects or 9 set of papers you have to address. ടോട്ടലി നമുക്കൊരു 9 പേപ്പർ വരുന്നുണ്ട്. ആ 9 പേപ്പർ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലോട്ട് വരാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ഒരു എസ് എ ആണ്. എസ് എ പേപ്പർ ആണ്. അടുത്തതായിട്ട് വരുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, paper 2, this is generally paper 1, paper 2, paper 3, paper 4, paper 5. അങ്ങനെ 4 എണ്ണം വരുന്നുണ്ട്. ടോട്ടലി 4. This is 1. Then comes optional papers 2 എണ്ണം. Then comes finally നിങ്ങൾക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 other പേപ്പറുകളുണ്ട്. That is qualifying papers. Qualifying papers 2. അങ്ങനെ ടോട്ടലി യു ആർ ഹാവിംഗ് 9 പേപ്പേഴ്സ് ഹാവ് ടു റൈറ്റ് ഫോർ യുവർ UPSC മെയിൻസ്. അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ റെലവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒഫീഷ്യൽ സിലബസ് എടുത്തുകൊണ്ട് മെയിൻസിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മെയിൻ എക്സാമിനേഷൻ നടത്തുന്നത് തന്നെ to assess the overall intellectual trait and depth of understanding of candidates rather than merely range of their information and memory. ബൈ ഹാർട്ട് ചെയ്തു പോയി മെമ്മറി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വെൻ ഇറ്റ് കംസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് യു കെൻ എക്സ്പെക്ട് മോർ അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ദാറ്റ് യു ഹാവ് ടു ഗിവ് ബാക്ക്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണം. അല്ലാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സിമ്പിൾ ആൻഡ് എഴുതി വെക്കുന്നതിന് അപ്പുറത്തോട്ട് വൈ ദാറ്റ് എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെ പറഞ്ഞതുപോലെ ജനറൽ സ്റ്റഡീസ് ഉണ്ട്, നമുക്ക് പേപ്പർ 2 ടു പേപ്പർ 5, അതിന് മുന്നോട്ട് ഒരു എസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അവർ പറയുന്നുണ്ട് these questions are likely to test the candidate's basic understanding of all relevant issues, ability to analyze and take view on the conflicting socio-economic goals, objectives and demands. അങ്ങനെ നിങ്ങൾ പരിശോധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ ടോട്ടലി വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ പേപ്പർ വരുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ ഓപ്ഷണൽ സബ്ജക്ട്? ദിസ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, യു ക്യാൻ ചൂസ്, ദാറ്റ്സ് എൻ ഓപ്ഷൻ. അങ്ങനെ ഓപ്ഷൻ സബ്ജക്ട് പേപ്പറാണ് വരുന്നത്. പേപ്പർ 6ഉം പേപ്പർ 7ഉം ഇത് സെയിം സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ബേസിക്കലി ഞാൻ ഹിസ്റ്ററി ഓപ്ഷനിലാണ്, ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടിയാണ്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിസ്റ്ററി തന്നെ പേപ്പർ 1 ഉണ്ടാകും, പേപ്പർ 2 ഉണ്ടാവും. അങ്ങനെ 2 പേപ്പർ, അതാണ് ഇവിടെ പേപ്പർ 6 ആൻഡ് പേപ്പർ 7 എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. പേപ്പർ 1 ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ വരുന്നുണ്ട്, പേപ്പർ 2 മോഡേൺ ഇന്ത്യയും മോഡേൺ വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഓപ്ഷൻ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ either you can simply visit the official website of UPSC, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കുറച്ച് ടേസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഹിസ്റ്ററി ഇഷ്ടമാകാം, ജോഗ്രഫി ഇഷ്ടമാകാം, പൊളിറ്റിക്കൽ സയൻസ് ഇഷ്ടമാകാം, ഫിലോസഫി ഇഷ്ടമാകാം. അങ്ങനത്തെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഗൂഗിളോ യൂട്യൂബുകളോ ഒക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. എന്നിട്ട് അൾട്ടിമേറ്റ്ലി ബിഫോർ ചൂസിങ് യുവർ ഓപ്ഷണൽ മേക്ക് ഷുവർ നിങ്ങൾക്കത് പാഷൻ ഉണ്ട്, നിങ്ങൾക്കത് പാഷനബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നിങ്ങളുടെ GS മായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും എളുപ്പവും നല്ലതുമാണ്. അതില്ലെങ്കിലും നിങ്ങൾക്ക് അതിന് നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. എക്സാം എഴുതുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ കാര്യം. ആ എഴുതിയതിനു ശേഷം നമുക്ക് ഈ കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, നിങ്ങൾ ഏത് ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് വരട്ടെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ക്വാളിഫൈങ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. ക്വാളിഫൈങ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, 300 മാർക്കിന്റെ ക്വാളിഫൈങ് പേപ്പേഴ്സ് ഉണ്ട്. ക്വാളിഫൈങ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്സ് ഫൈനൽ മാർക്കിലോട്ട് കൂട്ടത്തില്ല. അപ്പൊ അതിൽ ഒരു പേപ്പർ ഇംഗ്ലീഷ് ആണ്, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. രണ്ടാമത് എനി ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഫ്രം ദ 8th സ്കെഡ്യൂൾ ഓർ ആസ് നോട്ടിഫൈഡ്. ഓക്കെ, അപ്പൊ അതില് മലയാളം എന്ന് പറയുന്നത് ഉണ്ട്, അത് പേപ്പർ A ആണ്. പേപ്പർ B ആണെന്ത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി വേണ്ടത്. ഇനി ഇതിന്റെ കുറച്ചുകൂടെ സിലബൈ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് പറയാം. അപ്പൊ പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ശ്രദ്ധിക്കുക, പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അത് എസ് എ ആണ്. എസ് എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എ പേപ്പർ മാത്രം നിങ്ങൾക്ക് നന്നാക്കി എഴുതാനുണ്ടാകും. നന്നാക്കി എഴുതാനുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി എസ് എയുടെ മാർക്സ് വരുന്നത് 250 ആണ്. എല്ലാ GSും അത് തന്നെയാണ് വരുന്നത്, 250 ആണ്. എക്സെപ്റ്റ് ദിസ് ക്വാളിഫൈങ് പേപ്പേഴ്സ് 300 ആണ്. ഈ 250 മാർക്സിന് നിങ്ങൾക്ക് 2 പാർട്ടുകൾ ഉണ്ടാവും, പാർട്ട് A, പാർട്ട് B.
പാർട്ട് എ 125 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബി 125 ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ് പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞാൽ? പാർട്ട് എ ദാറ്റ് ഈസ് ഫിലോസഫിക്കൽ ഐഡിയാസ്. ഫിലോസഫിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് തരാൻ വേണ്ടി പോകുന്നത്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ പവർ ആൻഡ് ജസ്റ്റിസ് എന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ പറ്റും. വിത്ത് മോർ പവർ കംസ് മോർ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അതേപോലെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഹൗ ടെക്നോളജി ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എൻ ഐഡന്റിറ്റി. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ റീഷേപ്പ് ചെയ്യാറുണ്ട്. റീഷേപ്പ് ഓഫ് അവർ സെൽഫ്, റീഷേപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, റീഷേപ്പ് ഓഫ് വാട്ട് വി ആർ ആസ് ഹ്യൂമൻ ബീങ്, ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീങ്. അങ്ങനെ ടെക്നോളജി ആൻഡ് ഐഡന്റിറ്റി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. റീസൺ ആൻഡ് നോളജ് എന്നൊരു കാറ്റഗറി നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് റാഷണൽ എൻക്വയറി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലെ? സോ ഹൗ മച്ച് ദാറ്റ് ഈസ് റിലേറ്റഡ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റാഷണൽ എൻക്വയറി ആൻഡ് അവർ ജെന്യൂൻ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ നമ്മുടെ നോളജ് എന്ത്, നമ്മുടെ റീസൺ എന്ത്, ലോജിക് എന്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരും. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഫിലോസഫിക്കൽ. വേറൊരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാർട്ടിലോട്ട് പോകാം. നമുക്കറിയാം നമ്മുടെ നേച്ചർ ഉണ്ട്, പ്രകൃതി ഉണ്ട്, അതേ സമയത്ത് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. സോ വെദർ ദിസ് ഡെവലപ്മെന്റ് ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇക്കോളജിക്കൽ ബാലൻസ്, ഇത് രണ്ടും ഓപ്പോസിറ്റിംഗ് ആണോ, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണോ, അതിൽ ഒരുമിച്ച് പോകണോ? സോ നേച്ചർ വേഴ്സസ് പ്രോഗ്രസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ജസ്റ്റ് ഐ എം സേയിങ് ദാറ്റ് ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഫിലോസഫിക്കൽ. അറ്റ് ദി സെയിം ടൈം നമുക്ക് പാർട്ട് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോഷ്യോ ഇക്കണോമിക്. സോഷ്യോ ഇക്കണോമിക് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ സോഷ്യോ ഇക്കണോമിക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി GS പഠിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വെച്ചിട്ട് അത് എത്രമാത്രം നടപ്പിലാകുന്നുണ്ട്, ദ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, അപ്പൊ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും പ്രോസ്പെരിറ്റി കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രമാണോ എക്കണോമിക് പ്രോസ്പെരിറ്റി വരുന്നത്? അതുപോലെ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ പറയാറുണ്ട് അല്ലെ? സോ സ്ത്രീകളുടെ ഒരു എംപവർമെന്റുമായി ബന്ധപ്പെട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിനു വേണ്ടിയുള്ള പോളിസി റെസ്പോൺസസ് എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഓഫ് ചേഞ്ച് എത്രമാത്രം നടക്കുന്നുണ്ട്? ഹെൽത്ത് ആസ് എ ഡെവലപ്മെന്റ് പ്രയോറിറ്റി എത്രമാത്രം നമ്മൾ കാണേണ്ടതുണ്ട്? അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, ഈവൻ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ള ചർച്ചയാണ്, ഒരു 10-20 വർഷങ്ങളായിട്ടുള്ള ചർച്ചയാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനത്തെ പ്രധാനപ്പെട്ട തീമുകളൊക്കെ വെച്ചിട്ട് there will be certain questions that you can expect in the part B. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പൊ എസ് എഴുതുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈസ് സംതിങ് വെരി വെരി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് GS നോർമൽ റൈറ്റിംഗ്. എന്താ GS നോർമൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് പേപ്പർ 2 മുതൽക്ക് നമ്മൾ പഠിക്കുന്നത്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആക്ച്വലി നമുക്ക് 9 പേപ്പറിൽ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആണ്. അതിൽ ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒന്നാണ് ഈവൻ സൊസൈറ്റി. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുക്കത്തിൽ പറയാം, നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്ന്, ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് ഏൻഷ്യന്റ് മിഡീവലുമായി ബന്ധപ്പെട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മോഡേൺ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻസും ഡെവലപ്മെന്റ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ് റൂമിൽ. അപ്പൊ അതിനെ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തെ കേസാണ് ജോഗ്രഫി. സിമിലർലി ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി എന്ന് സിംപ്ലി മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത് സൊസൈറ്റി ആണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കോർ സബ്ജക്റ്റുകളാണ് ഇതിൽ വരിക. ഇതിൽ നിന്നും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്നത് 250 മാർക്സിനായിരിക്കും. അപ്പൊ അതിലോട്ട് നമ്മൾ മാക്സിമം എഴുതുക, എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആസ് എ മെൻഷൻ ഇന്ത്യൻ കൾച്ചർ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസോൾട്ടേഷൻ, ഹിസ്റ്ററി ഓഫ് വേൾഡ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. I request each and every serious UPSC aspirant to take a print out of the same. രണ്ടാമത്തത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. So I'm just writing history for this one. സൊസൈറ്റിയിൽ നിങ്ങൾക്ക് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ട്, റോൾ ഓഫ് വുമൺ ആൻഡ് വുമൺ ഓർഗനൈസേഷൻ, എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ, സോഷ്യൽ എംപവർമെന്റ്, ഇത്രയും കാര്യങ്ങൾ വരുന്നു.
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നമ്മൾ ഓരോ സബ്ജക്റ്റും എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് അതിന്റെ അനാലിസിസിലോട്ട് പോകും. അതിൽ നിന്ന് എന്തൊക്കെ PYQ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ എഴുതി തുടങ്ങണം, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സും പോയിന്റ്സും നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ട് വൺ ലൈനർ നോട്ടുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ മെയിൻസിന്റെ മുന്നോടി, ഈ പഠനത്തിന്റെ കൂടെ മെയിൻസിന്റെ മുന്നോടി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കോണ്ടന്റുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ജോഗ്രഫി. ജോഗ്രഫി നോക്കിക്കുക, സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ്, ഫിസിക്കൽ ജോഗ്രഫി, കീ നാച്ചുറൽ റിസോഴ്സസ്, ജിയോ ഫിസിക്കൽ ഫിനോമിന, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് 250 മാർക്സിന്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഹാവിംഗ് 20 ക്വസ്റ്റ്യൻസ്. നൗ പേപ്പർ 3 പോവാണ്, അതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. അതിൽ നിങ്ങൾക്ക് വരുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, 2 അതിന്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഗവേണൻസ് പാർട്ട്, 3 അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ്, 4 ഇന്റർനാഷണൽ റിലേഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോളിറ്റിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടി പറ്റും. നമ്മൾ ഇന്ത്യൻ പോളിറ്റി, ലക്ഷ്മികാന്ത് പോലുള്ള പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്മികാന്ത് പോലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ദിസ് ഈസ് സംതിങ് മോർ അണ്ടർസ്റ്റാൻഡിംഗ് ബേസ്ഡ് ആണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് ബേസ്ഡ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങൾ പൊളിറ്റി പഠിക്കണം, അല്ലെങ്കിൽ ലക്ഷ്മികാന്ത് ഇത് വായിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആദ്യം സിലബസിലുള്ള ഈച്ച് ആൻഡ് എവറി കീവേഡ്സ് വെച്ചിട്ട് ഒരു പഠനം നടത്തുക. അതിന്റെ ഗ്യാപ്പുകൾ പിന്നെ എവിടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലക്ഷ്മികാന്തിൽ നികത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് പോളിറ്റി. അടുത്തതാണ് നമുക്ക് ഒരു ഭാഗം വരുന്നത്, ദാറ്റ് ഈസ് സോഷ്യൽ ജസ്റ്റിസ്. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് SJ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഗവൺമെന്റിന്റെ പോളിസി പറയുന്നുണ്ട്, ഡെവലപ്മെന്റ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസ് ലൈക്ക് NGO, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നു. വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ് ഫ്രം ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. പിന്നെ സോഷ്യൽ സെക്ടേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പോവർട്ടി ആൻഡ് ഹങ്കർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം ഡാറ്റ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും, കറണ്ട് ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ്. Now coming to governance, you should know something important aspect of governance, role of civil service in a democracy. Coming to IER, you should know India and its neighborhood. നമുക്ക് ഇന്ത്യയും അയൽവക്ക രാജ്യങ്ങളുണ്ട്. ഇന്ത്യയും കുറെ ദൂരത്തുള്ള രാജ്യങ്ങളുമായിട്ട് ബൈലാറ്ററലും റീജിയണലും ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് G7 മീറ്റിംഗുകൾ, G20 മീറ്റിംഗുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. ആൻഡ് ഈച്ച് ആൻഡ് ഇന്റർനാഷണൽ പോളിസീസ് എങ്ങനെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു തീമാറ്റിക്കൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ യു വിൽ ബി അഡ്രസ്സിംഗ് ആൻഡ് അപ്രോച്ചിങ് ഈച്ച് ആൻഡ് എവറി 4 ടോപ്പിക്സ് ദാറ്റ് വി ആക്ച്വലി റിക്വയർ ഫോർ ദിസ് UPSC എക്സാമിനേഷൻ. അപ്പൊ ഞാനിവിടെ ഗവേണൻസ് എഴുതി വെക്കുന്നു, ആൻഡ് ദിസ് ഈസ് IER കേട്ടോ. ഇതാണ് വരുന്നത്. നൗ കമ്മിങ് ടു പേപ്പർ 4 ആണ്, ദാറ്റ് ഈസ് ജനറൽ സ്റ്റഡീസ് 3. 3 വരുന്ന കാര്യങ്ങൾ, ഒന്ന് ഇക്കണോമിയാണ്, എക്കണോമിക് ഡെവലപ്മെന്റ്. രണ്ടാമത് വരുന്നത് സിംപ്ലി കണക്ടിങ് വിത്ത് ദാറ്റ് എൻവയോൺമെന്റ് പറയാം. 3 എൻവയോൺമെന്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 4ാമതാണ് ഇന്റേണൽ സെക്യൂരിറ്റി. 5ാമത്തത് സയൻസ് ആൻഡ് ടെക്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് വരുന്നത്. സിംപ്ലി റിട്ടൺ ആസ് ടെക്നോളജി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇങ്ങനെയാണ് സിലബസിന്റെ ഹെഡിങ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിനെ സിംപിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഭാഗങ്ങൾ ഒഫീഷ്യൽ സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇക്കണോമിക് പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ എക്കണോമി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങിയാൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നൗ കമ്മിങ് ടു ടെക്നോളജിക്കൽ പാർട്ട്, യു ഷുഡ് നോ സംതിങ് ലൈക്ക് ദിസ് വൺ, സയൻസ് ആൻഡ് ടെക്നോളജി. അതില് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും, എവറിഡേ ലൈഫിന്റെ ആപ്ലിക്കേഷൻ, അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, അവേർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, അങ്ങനെ എമർജിംഗ് ടെക്നോളജീസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇതല്ലാതെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്റേണൽ സെക്യൂരിറ്റി എന്നുള്ളത്. ഇപ്പൊ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇത്. കറക്റ്റ് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ്, പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളും കറണ്ട് ഓൺഗോയിങ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ സിലബസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എക്കണോമിയുടെ പെർസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഒക്കെ വരുന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നുണ്ട്. നമ്മൾ ആ വാക്ക് ഓൾറെഡി SAയുടെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ബജറ്റിംഗ്, ഫിസിക്കൽ പോളിസിയും ഒക്കെ ബന്ധപ്പെട്ടാണ്. മേജർ ക്രോപ്സ്, പിന്നെ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫാം സബ്സിഡീസ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ടെക്നോളജിയും അതിന്റെ ഓൾറൗണ്ട് സിസ്റ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫുഡ് പ്രോസസിംഗ് ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് അറിഞ്ഞിരിക്കണം. ലാൻഡ് റിഫോംസ്, ലിബറലൈസേഷൻ എഫക്ട്സ് ഇൻ ഇന്ത്യൻ എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ്. These are some of the core things that you should have a proper understanding, a deep understanding for better analysis.
ഓക്കെ, അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. Now coming to the final part, that is paper 5, General Studies for Ethics, Integrity and Aptitude. ഇത് സാധാരണയുള്ള കോണ്ടന്റിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഞാൻ എത്തിക്സിലോട്ട് വരുന്നതിന്റെ മുന്നോടിയായിട്ട് എത്തിക്സിന്റെ കുറച്ച് സവിശേഷതകൾ ആദ്യം തന്നെ പറയാം. ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക്കും കാര്യങ്ങൾ വരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്തിക്സ് പേപ്പർ ബാക്കിയുള്ള 3 GS പേപ്പർ പോലെയല്ല. ഇവിടെ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എസ്പെഷ്യലി റിലേറ്റഡ് ടു സെർട്ടൻ അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റുവേഷൻസ്. ഞങ്ങളോട് പഠിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യാനല്ല പറയുന്നത്. യു വിൽ ബി ഗിവൻ സെർട്ടൻ എക്സ്പെരിമെന്റ്സ് ഓർ സിറ്റുവേഷൻസ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് യു ഷുഡ് ഗോ ഹൗ യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ് എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു തിയറി പോർഷൻ ഉണ്ട്, ഒരു കേസ് സ്റ്റഡി പോർഷൻ ഉണ്ട്. തിയറി പോർഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ച് ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ലൈക്ക് യൂട്ടിലിറ്റേറിയനിസം, എന്താണ് എത്തിക്സ്, എന്താണ് ഗാന്ധിയൻ എത്തിക്സ്, ഇങ്ങനെ, അല്ലെങ്കിൽ വാല്യൂസ് എന്തൊക്കെയാണ്, ഇന്റഗ്രിറ്റി എന്താണ്, ഒബ്ജക്ടിവിറ്റി എന്താണ്, അക്കൗണ്ടബിലിറ്റി എന്താണ്, കമ്പാഷൻ, എംപതി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് തിയറി പോർഷൻ ആണ്. ഈ തിയറി പോർഷൻ മനസ്സിലാക്കിയിട്ട് അതേപോലെ ഉള്ള മറ്റൊരു സൈഡ് പാർട്ടാണ് നമുക്ക് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വി ഷുഡ് ഗോ ഫോർ സോൾവിങ് ദാറ്റ് വൺ. ബാലൻസ് ചെയ്തിട്ടുള്ള അപ്രോച്ച് പലപ്പോഴും നമ്മൾ എടുക്കേണ്ടി വരും. ചില സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും ചില ചർച്ചകൾ വരുന്നത്. അപ്പൊ അങ്ങനെ കേസ് സ്റ്റഡി പോർഷനും നമുക്ക് വരാനുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ഡിസ്കസിങ് മോർ അബൌട്ട് ദിസ് എത്തിക്സ് പേപ്പർ, ഇതിൽ കാൻഡിഡേറ്റിന്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ടു ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇന്റഗ്രിറ്റി, പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ടു വേരിയസ് ഇഷ്യൂസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ബേസ്ഡ് ബൈ ഇൻ ഡീലിംഗ് വിത്ത് സൊസൈറ്റി. ഇങ്ങനെ രീതിയിലാണ് വരിക. അപ്പൊ കേസ് സ്റ്റഡി അപ്രോച്ചുകൾ ഉണ്ടാവും എന്ന് ചുരുക്കം. അതിൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് എന്ന് പറയുന്ന എന്താണ് എത്തിക്സ്, ഓക്കെ, അത് നമ്മൾ ആദ്യം പഠിക്കും. എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്പ്, എന്താണ് ഹ്യൂമൻ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ പലതും കേട്ടതാണ്. ഈ കേട്ടതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് തന്നെ ഒരു ഗുഡ് സിവിൽ സർവന്റ് ആകാനുള്ള സ്കോപ്പുകൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് സിലബസ് തന്നിരിക്കുന്നത്. അതിനാണ് ഈ ഒരു തിയററ്റിക്കൽ പോർഷൻ തന്നിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്, എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്താണ് നമ്മുടെ തോട്ട്, ബിഹേവിയർ, മോറൽ, മെന്റാലിറ്റി. അപ്പൊ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ത്, സോഷ്യലി എങ്ങനെയായിരിക്കും, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് എന്ത്, അപ്പൊ വാല്യൂ സിവിൽ സർവീസ് എന്തൊക്കെ വേണം, ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോൺസെപ്റ്റ് എന്താണ്, കോൺട്രിബ്യൂഷൻ ഓഫ് മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് വേൾഡ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ വിശേഷങ്ങൾ നമ്മൾ ഇതിൽ പറയും. ദെൻ സിവിൽ സർവീസ് വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, പ്രോബിറ്റി ഇൻ ഗവേണൻസ്. ഓക്കെ, പബ്ലിക് സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഫൈനലി യു വിൽ ബി ഹാവിങ് കേസ് സ്റ്റഡീസ്. അപ്പൊ മിക്സ് ഓഫ് രണ്ടുമാണ് വരുന്നത്. എത്തിക്സ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫൈനലി ആസ് യു മെൻഷൻ, അടുത്തതാണ് പേപ്പർ 6ഉം 7ഉം ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാം. മേക്ക് ഷുവർ ഗൈസ്, ഓപ്ഷണൽ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടത് പാഷൻ ആയിരിക്കണം. അല്ലാതെ ദയവ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ അവരതാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം എടുക്കരുത്. അതേപോലെ ലൈക്ക് വേറൊരു സാറ് കൺവിൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പാഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളത് അനലൈസ് ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം കുറെ എളുപ്പമായി. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹൗ മച്ച് ദിസ് ഈസ് ഗോയിങ് ടു ഓവർലാപ്പ് എന്നുള്ളതാണ്. പല ഓപ്ഷൻ സബ്ജക്റ്റും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് ഓവർലാപ്പിംഗ് ഇല്ല. പക്ഷെ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കൊടുക്കാം കേട്ടോ. ദാറ്റ്സ് അപ് ടു യു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഓവർലാപ്പിംഗ്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പാഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഗൈഡൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആൻഡ് ഹൗ ടു റൈറ്റ് എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നായിരിക്കണം ഗൈഡൻസ്. ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധത്തിൽ എത്തിച്ചേരും, ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഗൈസ്, ഇന്നത്തെ സമ്മറി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒഫീഷ്യൽ സിലബസ് ആണ് ഇത്. പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് ചെയ്തിരിക്കുന്ന PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ തരാം. അതായത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന PDF നിങ്ങളുടെ ക്ലാസ് റൂം ഗ്രൂപ്പിൽ തരും. അപ്പൊ അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് സിലബസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന പല ടോപ്പിക്കുകളും നമ്മൾ ഇനി സിലബസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പറഞ്ഞു പോകും. അപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ് ടുഡേസ് ഡിസ്കഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.